ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അജയ് മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഏതായാലും മുത്തശ്ശി പറഞ്ഞതുപോലെ ഞങ്ങള് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, ഇവിടത്തെ തന്നെ കൊണ്ടുവരും അവരെ എന്നൊക്കെ പറയുന്നുണ്ട്. അഞ്ജനെ നീ കല്യാണം കഴിക്കുന്നത് കൊണ്ട് മാത്രമാ അവർ ഇവിടെ നിന്ന് പോവാൻ കാരണം. അത് മാത്രമല്ല, നിനക്ക് ആരാ അവകാശം തന്നെ അവൾ അടിക്കാൻ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു മോളെന്ന രീതിയിൽ പൊന്നുപോലെ നോക്കുന്നതാ. അതിനിടയിൽ നീ ഇതൊന്നും ചെയ്തത് നല്ല കാര്യമൊന്നുമല്ല. ഈ കുടുംബത്തെ നാശമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് പറയുക, എനിക്കാണെങ്കിൽ പറയാൻ 100 കാരണങ്ങളുണ്ട്. എൻ്റെ പെണ്ണിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? ഞാനാണെങ്കിൽ ഫോട്ടോ ആയിട്ട് സൂക്ഷിച്ചിരിക്കുക, പക്ഷേ അവള് എടുത്ത് അത് ചവറ്റുകുട്ടയിൽ ഇടേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞോ? ഇവിടെയുള്ള ആരെങ്കിലും അറിഞ്ഞോ നീ ഒരു പെണ്ണെ സ്നേഹിക്കുന്നുണ്ട്? നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലല്ലേ അറിയുള്ളൂ. പക്ഷെ അഞ്ജന്റെ കല്യാണാലോചന വന്നിട്ട് പോലും നീ ഞങ്ങളടുത്ത് പറഞ്ഞില്ല. പിന്നെ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി, എനിക്ക് അഞ്ജനെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. മുത്തശ്ശി എന്നെ ഇതിലൊരു തീരുമാനം എടുക്കണം. പിന്നെ ഒരു കാര്യം, അവരെ കണ്ടുപിടിക്കാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം എനിക്ക് ചെറുതായിട്ടൊരു കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഉറപ്പിച്ച ശേഷമേ നമുക്ക് എല്ലാവരുമായിട്ട് അങ്ങോട്ട് പോയിട്ട് വിളിച്ചിട്ട് വരാം. അതാ എന്റെ തീരുമാനം എന്ന് അജയ് പറയുന്നുണ്ട്. അങ്ങനെ അജയുടെ ഓരോ തീരുമാനത്തില് ഞാൻ ആണെങ്കിൽ കൂടെ നിന്നിട്ടേ ഉള്ളൂ, പക്ഷെ ഇതിന് മാത്രം ഞാൻ നിൽക്കില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും സമ്മതമല്ല. എന്തായാലും അഞ്ജന തന്നെ ഇവിടുത്തെ മരുമകള്, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാ. അജയ്ക്കൊരു കോള് വരുന്നത് പോലീസാണ് വിളിച്ചത്. കാര്യം എന്തെന്ന് വെച്ചാൽ എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഭവാനിയെയും അഞ്ജനയെയും. പക്ഷെ അവര് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അത്ര ശരിയൊന്നുമല്ല. എന്തായാലും അവരെങ്ങനെയാണോന്ന് അവിടെ താമസിക്കണമെന്ന് പോലും അറിയില്ല. എന്തായാലും അത്രയ്ക്ക് എന്താ അവർക്ക് ആ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുക, എന്താ കാര്യം? അത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷേ ഞാനാണെങ്കിൽ ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് എല്ലാവർക്കായിട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല മോനെ നിക്ക്, ഞാൻ കൂടെ വരാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. വേണ്ട, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ സത്യനാഥിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവരാണെങ്കിൽ എവിടെ നിന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുക, പക്ഷേ അത് ഒരു മോശം അവസ്ഥയിലാണ് ഇപ്പോൾ. എങ്ങനെയാ അവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോൾ കേട്ടപ്പോൾ പോലും മനസ്സിലാകാൻ കഴിയുന്നില്ല. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇറങ്ങാൻ നേരത്തെ സത്യനാഥ് പറയുക, ഇല്ല നീ മാത്രം പോണ്ട, നമ്മളെല്ലാരും കൂടെ വരും, നീ നിക്ക്, പറയുന്ന കേട്ടാ മതി, എല്ലാരും കൂടെ വിളിച്ചാലേ അവൾ വരുവുള്ളൂ, അവൾ ഇത്തിരി വാശിക്കാരിയ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും സത്യനാഥും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് പോകുന്നുണ്ട് വിളിക്കാൻ വേണ്ടി. അങ്ങനെ വിളിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു വഴി കണ്ടപ്പോൾ തന്നെ പറയുക, ഏകാന്തത പോലത്തെ ഒരു സ്ഥലമാണല്ലോ, ഇവിടെ ആൾതാമസം പോലും കാണില്ലെന്നാ തോന്നുന്നത്. ഇവിടെ അവർക്ക് എങ്ങനെ കിട്ടിയ ഇവിടെ താമസിക്കാൻ? അത് മാത്രമല്ല, ഇത്രയും ചെറിയ വീട്ടിലാണോ അവൾ താമസിക്കുന്നത്? എന്തിനാ അവൾ ഇവിടെ നിന്ന് പോവാൻ കാരണം? എന്തോ ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇറങ്ങാൻ സമയത്ത് അജയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വരണമെന്ന്. അങ്ങനെ അജയ് പെട്ടെന്ന് പോവുകയും, അങ്ങനെ എനിക്ക് പോവേണ്ട തിരക്കുണ്ട്, ഞാൻ പോവുക, ഞാനാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുക. അങ്ങനെ സത്യനാഥും മുത്തശ്ശിയും എല്ലാരും കൂടെ അവരെ വീട്ടിന്റെ മുറ്റത്തെത്തി. അവിടെ എത്തിയതും ഉടനെ തന്നെ അഞ്ജന പുറത്തിറങ്ങാൻ നേരത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ഭവാനിയുടെ അടുത്ത് പോയി പറയുക, എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാം അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല, എന്തായാലും അവിടേക്ക് വരണം എന്ന് ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇറങ്ങി വരികയാ ഭവാനിയും. ആ സമയത്ത് നീ എന്തുകൊണ്ടാ ആ വീട്ടിൽ നിന്ന് ആരുടെയും പറയാതെ ഇറങ്ങിപ്പോയത്? എന്ത് കാര്യമാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ അഞ്ജന ഉടനെ തന്നെ പറയുന്നുണ്ട്. ഞാൻ അജയ്യെ കല്യാണം കഴിക്കുമെന്ന് മുത്തശ്ശിയെ തീരുമാനിച്ചത്. ഇത് കേട്ടതും ഉടനെ തന്നെ അഞ്ജന പറയുക, മുത്തശ്ശി എനിക്ക് ഉറപ്പ് തരണം, അജയും ഞാൻ തമ്മിലുള്ള കല്യാണം അത് നടക്കണം, എങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും എല്ലാവരും മൗനത്തോടെ നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ. പക്ഷേ പെട്ടെന്ന് എന്ത് പറയണം മറുപടി അറിയാതെ നിന്ന സമയത്ത് ഭവാനി പറയുക, അത് ശരി തന്നെയാ, എനിക്ക് ഉറപ്പ് തന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുവുള്ളൂ, അജി എന്ന് വിളിക്കണം, അജി എടുത്ത് പറയണം, എന്നാൽ മാത്രം എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുക്കും. പക്ഷെ ഒരു കാര്യം, ഈ വീട്ടിൽ നിന്ന് വരണം, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നത്?
ഭവാനി ഇങ്ങനെയാണല്ലോ കഴിഞ്ഞിരുന്നത്, പക്ഷെ ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒരു ജീവിത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് അമ്മ വേറൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ മോളുടെ ജീവിതമായി എനിക്ക് വലുത്. അവൾക്ക് എന്താ തോന്നുന്നേ അതിനകത്ത് ഞാൻ കൂടെ നിൽക്കും. അതാ എൻ്റെ ഒരു ആഗ്രഹവും. അതുകൊണ്ട് അമ്മ അവൾ പറഞ്ഞ ആ കാര്യം ഒന്ന് തീരുമാനിച്ചിട്ട് മാത്രം ഞങ്ങളെ വിളിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ സത്യനാഥ് പറയുക, ഇതിൽ ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. അവനാണെങ്കിൽ കല്യാണം വേണ്ടാന്ന് പറയുക. എന്തായാലും അവനൊരു തീരുമാനമുണ്ടല്ലോ, എന്തായാലും ആലോചിച്ചിട്ട് പറയാം. ഞാൻ അജയ് ഒന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയ് ഫോൺ വിളിക്കുകയാണ്. ഇതുപോലെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡാ, നീ ആണെങ്കിൽ അഞ്ജനെ കല്യാണം കഴിക്കണം. നിന്റെ തീരുമാനം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു തീരുമാനമേ മുത്തശ്ശിയുടെ അടുത്ത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് ഈ കല്യാണം നടക്കില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ ഒരു കുട്ടിയെ സ്നേഹിക്കുക, അവളാ എൻ്റെ ജീവിതത്തില്, അല്ലാതെ വേറെ ഒരാൾക്കും സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സത്യനാഥ് ഇതൊന്നും പറയാതെ തന്നെ അവരടുത്ത് പറയുക, എന്തായാലും അവരോട് ചോദിച്ചിട്ട് പതുക്കെ ഞങ്ങൾ മറുപടി പറയാം. എന്തായാലും ഇപ്പോൾ വരണം. ഇല്ല, ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന് തന്നെ ഉറച്ചു പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് മുത്തശ്ശി പറയുക, കണ്ടോ, ഞാൻ വിചാരിച്ച കാര്യം തന്നെയാ അവളും പറഞ്ഞത്. കല്യാണത്തിന്റെ കാര്യം കൊണ്ട് മാത്രമാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ സമയത്ത് സത്യനാഥ് പറയുക, ഇല്ല, അതിൽ വേറെ എന്തോ കാര്യം കൂടെ ഉണ്ട്. എങ്കിൽ മാത്രമേ ആ വീട് വിട്ടിറങ്ങി ഇത്രയും ഈ സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ വേറെ ഏതോ ഒരു കാര്യം കൂടി ഉണ്ട്, അത് കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അജയെ കൊണ്ട് സമ്മതിച്ചേ പറ്റുള്ളൂ ഇന്ന് തന്നെ. എന്നിട്ട് അവരെ ഇന്ന് തന്നെ അജയത്ത് തന്നെ പോയി വിളിച്ചോണ്ട് വരണം എന്ന് അവള് പറഞ്ഞത്. അതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും ന്യായം പറയാൻ വേണ്ടി അമ്മയെ മോക്കേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അജയുടെ അടുത്ത് സത്യനാഥ്. എന്നാൽ ഇത് കേട്ടതും എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഫോൺ വിളിക്കുക ഞാൻ, എനിക്ക് ഒരു കോൾ വരുന്നുണ്ട്. നോക്കിയപ്പം അത് ഭൂമിയ. അങ്ങനെ അജയ് ഭൂമിയോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ഫോണ്, പക്ഷേ അത് തറയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് എന്നെ ഒന്ന് കാണാനോ ഒന്ന് കേൾക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ആ ഫോൺ ഇരിക്കുന്നത്. ഞാൻ കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതും എൻ്റെ ഒരു വലിയൊരു തെളിവാ എന്നൊക്കെ അജയ് അടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ആ കടയിൽ നിൽക്കുക, ഫോൺ കടയിൽ. എന്തായാലും ഭൂമി നിൽക്കുന്നത് കണ്ടിട്ട് ഭൂമിയുടെ അടുത്ത് അജയ് ചോദിക്കുക, എന്തിനാ നീ എന്നെ വിളിച്ചത്? ഫോണിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് ഇതൊരു തെളിവാ. അച്ഛന്റെ ജീവനായിരുന്ന ഫോണാ. ഇതാ കൂടുതൽ തെളിവുകൾ എനിക്ക് ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഇത് ശരിയാക്കി കിട്ടിയാൽ എനിക്കാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. എൻ്റെ അമ്മയെ തിരിച്ച് എനിക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റും എന്നൊക്കെ അജയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ശരി തന്നെയാ. എനിക്ക് ഇന്നൊരു ദേഷ്യമെന്ന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിന്റെ അടുത്ത്. എൻ്റെ കുടുംബത്തിലെ ഒരാളാണ് നിന്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുണ്ടായെന്ന് പറഞ്ഞത്. എനിക്കത് ഒട്ടും ശരിയായില്ല. നിന്റെ അച്ഛൻ്റെ മരണകാരണം എന്താണെന്നോ ആരാണെന്നോ കണ്ടെത്താൻ ഞങ്ങളുണ്ട്. പക്ഷെ ഒന്നും അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ വഴക്ക് പറയാനോ ഒന്നിനും ഒരു നേരവുമില്ല. എന്നാൽ ഒന്ന് മാത്രം മനസ്സിലാക്കുക, എല്ലാ സത്യങ്ങളും കൊണ്ട് തെളിവുകളും കൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുള്ളൂ. എന്നാൽ മാത്രമേ എന്നെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുള്ളൂ എന്ന് ഭൂമി പറയുന്നുണ്ട് അജയുടെ അടുത്ത്. അങ്ങനെ അവർ തിരിച്ചു പോയ സമയത്ത് ഭവാനിയും അഞ്ജനയും ആലോചിക്കുന്നുണ്ട്. എന്തോ അവര് മനസ്സിലായോ എന്നറിയില്ല. പക്ഷേ നീ പറഞ്ഞ ഒരു വാക്കുകൊണ്ടാ അവരെല്ലാരും വീണ്ടും തിരിച്ചു പോവാൻ കാരണമായത് എന്നൊക്കെ ഭവാനി പറയുന്നു അഞ്ജനയുടെ അടുത്ത്. എനിക്ക് അമ്മയെ പോലെ പിടിച്ചു നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ മോൾ തന്നെയാ എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. എന്തായാലും അമ്മ ചെയ്ത തെറ്റിന് പരിഹാരം ഇനി എങ്ങനെയാ നേടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തതാ ശരി. നീ ഇനി നോക്കിക്കോ, ആ വീട്ടിൽ തന്നെ രാജകുമാരിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ ആ ഭൂമിയെ ഞാൻ അടുപ്പിക്കില്ല. ഭൂമിയെ കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഇനിയുള്ളൂ. അതുമാത്രമല്ലേ കമാലിനെ എന്നെ വിളിച്ചിരുന്നു. കമാലിന്റെ കാര്യവും ഞാനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. അവനെ കൊല്ലാൻ ഏൽപ്പിച്ച ആള് പോലും അവന്റെ അടുത്ത് എത്തുന്നില്ല. എന്തായാലും അവനും കുറെ കളികൾ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്തും വിളിക്കുമ്പോഴത്തേക്കും ഒരു മാറ്റമുണ്ട് അവന്. പക്ഷേ എങ്കിലേ ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുവോ? അങ്ങനെയൊന്നുമില്ല അമ്മ, അതൊന്നും ചിന്തിക്കണ്ട. പക്ഷേ ഈ സമയം കമാലിനെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ബുദ്ധി. അല്ല എങ്കിൽ ഇത് വേറെ രീതിയിൽ കേസ് വരുമെന്ന്
എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ട് അത് ശരിയാ. പക്ഷെ എന്തായാലും കമാലിനെ അറിയാനുള്ള സത്യമായതുകൊണ്ട് ഇനി അവനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഭൂമിയെ പോലെ തന്നെ അതും ഞാൻ ആലോചിക്കും. പക്ഷെ അതിന് കുറെ സമയം വേണ്ടി വരും എന്നൊക്കെ അഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഭവാനിയുടെ ഈ വാക്ക് കേട്ടിട്ട് പറയുക, അജയ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനും ഈ വീട്ടിൽ നിന്ന് തിരിച്ചു വരില്ല. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യം കൊണ്ടൊന്നുമല്ല, ഒന്നിനും സൗകര്യമില്ലാത്ത വീട്. ഞാൻ പിന്നെ ഇവിടെ അമ്മയുടെ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ തിരിച്ചു പോയിരുന്നാലും അവിടെ നിന്ന് തള്ളി പുറത്താക്കണേക്കാളും നല്ലത് ഇവിടെ താമസിക്കുന്നതാ എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് അഞ്ജന പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ആലോചിക്കുന്നുണ്ട്, അത് ശരി തന്നെയാ, ഞങ്ങള് ആ വീട്ടിലിപ്പോ തിരിച്ചു പോയാൽ അവള് തെളിവുകൾ കൊണ്ടെല്ലാം അവിടെ വരും. ഭൂമി വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെയാ അവിടെ നിന്ന് എല്ലാരും കൂടി ചവിട്ടി പുറത്താക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇനി വേറൊരിടം കണ്ടെത്തുന്നതാ. ഇവിടെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ഇനി അന്വേഷിച്ച് പുതിയ വീട് കണ്ടെത്തണം എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട് അഞ്ജനയുടെ അടുത്ത്.